ഈ കാണുന്നതാണ് ഫൈബർ എന്ന കമ്പനിയുടെ മിനി യു പി എസ് റൗട്ടർ യു പി എസ് ആണിത്. അതായത് ഇത്തരം റൗട്ടറുകളെ നമുക്കൊരു 4 മണിക്കൂർ വരെയൊക്കെ അപ്പായി, അതായത് ഓണാക്കി കറണ്ട് പോയിക്കാലും നമുക്ക് ഓണാക്കാൻ സാധിക്കുന്ന ഒരു യു പി എസ് ആണിത്. ഫൈബർ യു പി എസ് എന്ന് പറയുന്ന ഫൈബർ എന്ന കമ്പനിയുടെ ഒരു മേക്ക് ഇൻ ഇന്ത്യ പ്രോഡക്റ്റാണിത്. ഇതൊരു 4 hours വരെയൊക്കെ ബാക്കപ്പ് നമുക്ക് ലഭിക്കും. അതിന് പുറമെ 1 year വാറണ്ടി ഒക്കെ ഉള്ളൊരു പ്രോഡക്റ്റാണ്. സോ അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യണേ എന്നുള്ളത് ഞാനിവിടെ കാണിച്ചത്. ഈ റൗട്ടർ യു പി എസിനെ കുറിച്ച് വളരെ ഒരുപാട് പേർക്ക് അറിയാറുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് ഇതൊരു ഇത് കണ്ട് നിങ്ങൾക്കത് ഓൺലൈനിലൊക്കെ ഒരുപാട് റൗട്ടർ യു പി എസുകൾ ഇപ്പോൾ ലഭ്യമാണ്. അതിനകത്ത് ഈ ഒരു റൗട്ടറാണ് നമുക്ക് കൂടുതൽ എനിക്ക് എൻ്റെ ഒരു ഓക്കെ ആയിട്ട് തോന്നിയത്. കാരണം റൗട്ടറുകൾ പല വിധത്തിലുണ്ട്. സോ പല കമ്പനികളുടെ ഉണ്ട്, ക്ഷമിക്കണം, പല കമ്പനികളുടെ ഉണ്ട്. സോ അതിനകത്തൊരു അത്യാവശ്യം നല്ലൊരു കമ്പനിയായിട്ടാണ് ഇത് തോന്നിയത്. സോ ഇത് നമുക്ക് ഓൺലൈനിൽ ലഭ്യമല്ല ആക്ച്വലി. ഇത് നമുക്ക് ഓഫ്ലൈനിലാണ് മേടിക്കുന്നത്. അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ എനിക്കത് വാട്സപ്പ് ചെയ്യുക, നമുക്കത് അറേഞ്ച് ചെയ്യാം. സോ ഇതിൻ്റെ ഒരു വീഡിയോയിൽ ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതായത് നമുക്ക് ഇതിൻ്റെ ഇൻ ഔട്ടും, അതായത് 12 volt 1 ampere, 12 volt 1.5 ampere ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. സോ നമുക്ക് ഇത്തരം മോഡങ്ങളിൽ എങ്ങനെ ഇത് കണക്ട് ചെയ്യാമെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മളിത് റൗട്ടർ യു പി എസ് മേടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വയേഴ്സ് കിട്ടും. ഇതുപോലെ കണക്ട് ചെയ്യുന്ന റൗട്ടർ യു പി എസും മോഡമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് വയേഴ്സ് കിട്ടും. സോ അത് നമ്മുടെ അഡാപ്റ്റർ ആയിട്ട് മോഡമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള പിന്നുകളാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. സോ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മോഡത്തിലിപ്പോൾ ഈ ഒരു LOS കത്തുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫൈബർ കൊടുത്തിട്ടില്ല, ജസ്റ്റ് നിങ്ങളെ കാണിക്കാനായിട്ട് ഈ ഒരു റൗട്ടർ പ്ലഗ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. സോ നമുക്കത് ഇതിൻ്റെ ചാർജർ, അതായത് ഈ കാണുന്ന മോഡത്തിൻ്റെ, അതായത് നമ്മുടെ വീട്ടിലുള്ള മോഡമാണെങ്കിലും ആ മോഡത്തിൻ്റെ ചാർജർ ആദ്യം നമുക്കത് റിമൂവ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ചാർജർ നമ്മളുടെ യു പി എസ്, നമ്മളിപ്പോൾ റൗട്ടർ യു പി എസ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഈ യു പി എസിൻ്റെ ഇതിൻ്റെ ഇന്നിൽ വേണം കൊടുക്കാൻ. മാറിപ്പോകരുത്, ഔട്ടിൽ കൊടുക്കരുത്, ഇന്നിൽ വേണം കൊടുക്കാൻ. അതായത് ഈ ഒരു ചാർജർ നമ്മളിതിൻ്റെ ഇന്നിൽ കൊടുക്കുക, ഇതിനെ ഇന്നിൽ പ്ലഗ് ചെയ്യുക. ഇന്നിൽ, അതായത് നമ്മൾ ഈ മോഡത്തിൽ നിന്ന് ഊരിയെടുത്ത ഈ ഒരു ചാർജറിൻ്റെ പിന്ന് ഇതിൻ്റെ ഇന്നിൽ കണക്ട് ചെയ്യുക. ഇന്നിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ഒരു ഗ്രീൻ ലൈറ്റ് കാണാം ഇവിടെ. അതായത് നമ്മളിപ്പോൾ ഇത് ഞാനിപ്പോൾ കുറച്ച് നേരം ഉപയോഗിച്ചാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കുത്തിയിട്ടാണ് അതായത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ ഒരു റൗട്ടർ യു പി എസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഗ്രീൻ ലൈറ്റ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടാണ് മേടിച്ചിരിക്കുന്നതെങ്കിൽ ഈ ഒരു ഗ്രീൻ ലൈറ്റ്, ഈ കാണുന്ന ഗ്രീൻ ലൈറ്റ് ആയിരിക്കില്ല, അപ്പോൾ ഒരു ഓറഞ്ച് ലൈറ്റ് ആയിരിക്കും ബ്ലിങ്ക് ചെയ്യുന്നത്. ഫുൾ ചാർജാണ് ഈ ഗ്രീൻ ലൈറ്റിനെ കാണിക്കുന്നത്. സോ ഇതിപ്പോൾ ഫുൾ ചാർജ് ആയിട്ടാണ് നമുക്കിത് കാണുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്കത് ഇന്നിൽ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഔട്ട് നോർമലി ഇതിൻ്റെ ഇപ്പോൾ ഔട്ട് പറയുന്നത്, ഈ ഒരു കമ്പനി പറയുന്ന ഔട്ട് എന്ന് പറഞ്ഞാൽ 12 volt 1.5 ampere ആണ് ഇതിൻ്റെ ഔട്ട് വരുന്നത്. സോ നമുക്ക് ഇതിനകത്തൊരു കേബിള്, ഇത് പ്ലഗ് ചെയ്യാനുള്ളൊരു കേബിള് നമുക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഔട്ടിൽ നമുക്ക് പ്ലഗ് ചെയ്യാം. ഇതിൻ്റെ ഔട്ടിൽ പ്ലഗ് ചെയ്യാം. എന്നിട്ട് ആ കേബിള്, അതായത് ഈ ഔട്ടിൽ വരുന്ന കേബിളിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു മോഡത്തിൽ നിന്നാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ആ ഒരു മോഡത്തിൽ അത് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാം മോഡം ഓണായി, മോഡത്തിൽ ലൈറ്റ് കത്തിയിട്ടുണ്ട്. സോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ LOS കത്തുന്നത് ഞാൻ ഇതിൻ്റെ ഫൈബർ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ മോഡം. സോ നമുക്കിപ്പോൾ ഇപ്പോൾ വരുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അഡാപ്റ്റർ വഴിയാണ്, അതായത് അഡാപ്റ്ററിൽ നിന്ന് നേരെ ഈ ഒരു യു പി എസിൽ, ഈ ഒരു റൗട്ടർ യു പി എസിൻ്റെ ഇന്നിൽ, അഡാപ്റ്ററിൽ നിന്ന് നേരെ ഈ ഒരു റൗട്ടർ യു പി എസിൻ്റെ ഇന്നിൽ വന്നിട്ട് അവിടെ നിന്ന് ഔട്ട്, ഈ ഒരു കറുത്ത കേബിൾ വഴി ഔട്ട് നേരെ ഈ ഒരു റൂട്ടറിലേക്കാണ് പോയേക്കുന്നത്. സോ നമുക്കിതിൻ്റെ അഡാപ്റ്റർ ഓഫ് ചെയ്ത് നോക്കുക. അതായത് നമുക്കിത് ഓഫ് ചെയ്താൽ പോകുന്നത്, റൗട്ടർ യു പി എസ് ഓഫ് ചെയ്യുന്ന മുമ്പ് അതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഇതിൻ്റെ സൈഡിൽ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. സോ അത് ഓണിൽ തന്നെയാണെന്ന് കൺഫേം ചെയ്യുക. എന്നാലാണ് നമ്മൾ ഓഫ് ചെയ്താലും യു പി എസിൽ ഈ ഒരു മോഡം വർക്ക് ചെയ്യുള്ളൂ. സോ നമ്മളിത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇത് ഓണായിട്ടാണ് ഇരിക്കുന്നത്, ഓൺ സൈഡിലോട്ടാണ് ഇരിക്കുന്നത്. സോ ഇത് ഓണാണ്. സോ നമുക്ക് ഈ ഒരു മോഡം ഇതിൻ്റെ പവർ ഓഫ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ പവർ ഓഫ് ചെയ്യാണ്. സോ പവർ ഓഫ് ചെയ്യാണ്. ഇവിടെ പവർ ഓഫായെങ്കിലും നിങ്ങൾക്ക് കാണാം ആ ഒരു മോഡത്തിൽ കണക്ഷൻ ഓക്കെയാണ്. അതായത് മോഡം ഓഫല്ല, കണക്ഷൻ ഓക്കെ അല്ല, കാരണം ഞാൻ ഫൈബർ കണക്ട് ചെയ്തിട്ടില്ല. പക്ഷേ മോഡം ഇപ്പോഴും അത് ഓണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സോ ഈ ഒരു റൗട്ടർ യു പി എസിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ഓറഞ്ച് കളറാണ് കത്തിയിരിക്കുന്നത്. കാരണം വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ ഇതിൻ്റെ അഡാപ്റ്റർ ഓഫ് ചെയ്തു. ഇപ്പോൾ വരുന്നത് ഈ ഒരു യു പി എസിൻ്റെ പവർ കൊണ്ടാണ് ഈ ഒരു മോഡം വർക്ക് ചെയ്യുന്നത്. സോ ഇത് നമുക്ക് ഇനി ഇത് ഓൺ ചെയ്ത് നോക്കാം.
സോ ഓൺ ചെയ്യുമ്പോഴും അതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കത്തി. സോ ഇത് ഗ്രീൻ ലൈറ്റ് മീൻസ് ഇത് ഫുൾ ചാർജ് ആയതിൻ്റെയാണ്, നേരത്തെ പറഞ്ഞത് ഫുൾ ചാർജ് ആയതുകൊണ്ടാണ് ഈ ഒരു ഗ്രീൻ ലൈറ്റ് കത്തിയേക്കുന്നത്. സോ ഇങ്ങനെ വളരെ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു UPS ഉപയോഗിക്കാം. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ അഡാപ്റ്ററിൻ്റെ കണക്ഷൻ നേരെ ഈ ഒരു റൗട്ടർ UPSൻ്റെ ഇന്നിൽ മാറിപ്പോകരുത്. ഇന്നിൽ അതുപോലെ തന്നെ അതിൻ്റെ ഔട്ടിൽ ഈ ഒരു കണക്റ്റിംഗ് പിന്നെ കണക്ട് ചെയ്തിട്ട് ആ പിന്നിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഈ ഒരു മോഡത്തിലുമാണ് കണക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു റൗട്ടർ UPS പ്രവർത്തിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കുക. എൻ്റെ വാട്സപ്പ് നമ്പറെല്ലാം നിങ്ങൾക്കറിയാം. സോ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ടും അറിയിക്കുക. സോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.